അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു മനുഷ്യന് എത്രമാത്രം അധപ്പതിക്കാൻ സാധിക്കും, ലോകത്തിൻ്റെ നാഥനായ പടച്ച തമ്പുരാനെ ധിക്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ എത്രത്തോളം ഒരു മനുഷ്യൻ താഴോട്ട് വീഴാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണമാണ് നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ കേട്ടത്. ഇന്ന് ലോക സ്രഷ്ടാവിനനുസരിക്കുന്നത് മൂലം ഒരു മനുഷ്യന് എത്രത്തോളം ഉന്നതിയിലേക്ക് ഉയരാൻ സാധിക്കും എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. നമുക്കറിയാം, അറേബ്യയുടെ മുൻകാല ചരിത്രം ധാർമ്മിക ജീവിതത്തിൽ വളരെയധികം അധപ്പതിച്ചു പോയ ഒരു സമൂഹം. അവർക്കിടയിലേക്കാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യപ്രവാചകനായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത്. ആ നിയോഗത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 62-ാമത്തെ അധ്യായമായ സൂറത്തു ജുമുഅയിലെ 2-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു എന്നാണ്. അപ്പോൾ അറേബ്യയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന ആ ഒരു സമൂഹം, അവർ ഉമ്മീയനായിരുന്നു എന്നാണ്. എഴുതാനും വായിക്കാനും അറിയാത്ത നിരക്ഷരരായ ആളുകളായിരുന്നു അവർ. പക്ഷേ അവരുടെ ഹൃദയം അതൊന്നും വായിക്കാനോ പരിചയപ്പെടാനോ ശ്രമിക്കാത്ത പൂർണ്ണമായി അടഞ്ഞുപോയ ഒരു ഹൃദയമായിരുന്നില്ല അവരുടേത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ, ബഹുദൈവ ആരാധനയിൽ നിന്ന് ഏകദൈവ ആരാധനയിലേക്ക് കടന്നു വരാൻ, അജ്ഞതയിൽ നിന്ന് വിജ്ഞാനത്തിലേക്കും ശത്രുതയിൽ നിന്ന് സ്നേഹത്തിലേക്കും അക്രമത്തിൽ നിന്ന് നീതിയിലേക്കും ഭയത്തിൽ നിന്ന് നിർഭയത്വത്തിലേക്കുമൊക്കെ കടന്നു വരാൻ അവരെ സംബന്ധിച്ചിടത്തോളം സാധിച്ചത്. ഇത് അറബ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാറ്റമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായമായ സൂറത്ത് ആൽ ഇംറാനിലെ 103-ാമത്തെ സൂക്തത്തിലൂടെ പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങളുടെ മേൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കണം എന്നാണ്. ഇദ് കുൻതും അദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്ന അവസരത്തിൽ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഇണക്കി തന്നു. അങ്ങനെ നിങ്ങൾ അവൻ്റെ അനുഗ്രഹം കൊണ്ട് പരസ്പരം സഹോദരങ്ങളായി തീർന്നു എന്ന്. നിങ്ങൾ അഗ്നിയാകുന്ന ഒരു വമ്പിച്ച കുണ്ടിൻ്റെ വക്കിലായിരുന്നു, എന്നിട്ട് നിങ്ങളെ അതിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തുകയും ചെയ്തു. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. അപ്രകാരം അള്ളാഹു അവൻ്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചേക്കാം. ഇതാണ് ആ സമൂഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ സഹോദരങ്ങളെ, ഇന്നലെ വരെ പരസ്പരം കൊല്ലാൻ തയ്യാറായിരുന്ന ആളുകൾ ഇന്ന് അവർ പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആ സ്നേഹിച്ചവർക്ക് വേണ്ടി ഇന്ന് അവർ മരിക്കാൻ തയ്യാറാവുകയാണ്. ഇന്നലെ വരെ അവർ ജനിച്ചു വീണ് അവരുടെ ഗോത്രത്തിൻ്റെ പേരിൽ യുദ്ധം ചെയ്ത ആളുകൾ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു സന്ദേശത്തിൻ്റെ പേരിൽ ഒന്നായിരിക്കുകയാണ്. ഇത് വലിയൊരു മാറ്റമാണ്. ഈ മാറ്റം ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും
അവിടെയെല്ലാം മാനവികമായ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു സമൂഹമായി അവരെ ചിത്രീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവർ പടർന്ന് വലുതായി പന്തലിച്ചു നിൽക്കുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തി. ഇന്നലെ വരെ പെൺകുഞ്ഞിനെ കുഴിച്ചുമൂടിയ ആളുകൾ ഇന്നവർ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിച്ചിരിക്കുകയാണ്. ഇന്നലെ വരെ പലിശ കൊണ്ട് ദരിദ്രനെ ചൂഷണം ചെയ്ത ആളുകൾ ഇന്നവർ ദാനധർമ്മം നൽകാൻ പരസ്പരം മത്സരിക്കുകയാണ്. ഈ ഒരു മാറ്റം ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ശക്തി കൊണ്ട് സംഭവിച്ചതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ വശ്യതയാണ്. ആ ഖുർആനിലൂടെയുള്ള പരിവർത്തനമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായി നിയോഗിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ധാർമ്മിക ബോധമുള്ള ആളുകളായിരുന്നില്ല. ഇത് പറയുമ്പോൾ അവർ കപടരായിരുന്നില്ല എന്നതുകൂടി ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സത്യമെന്ന് തിരിച്ചറിയാത്ത സമയത്ത് അവർ അധർമ്മം പ്രവർത്തിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ അവരിലേക്ക് വായിച്ചു കൊടുത്തപ്പോൾ കണ്ണുകളിൽ നിന്ന് അവരുടെ മറ നീങ്ങിപ്പോവുകയും ഹൃദയം തുറക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്ത ആദർശത്തെ ആ സമൂഹം അണച്ചുപിടിച്ചുകൊണ്ട് അവർ അതിനെ സ്നേഹിക്കുകയും അതിൻ്റെ പേരിൽ ജീവിക്കാനും അതിൻ്റെ പേരിൽ മരിക്കാനും അവർ തീരുമാനിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ഭൂമിയിൽ ഏറ്റവും മോശക്കാരായിരുന്ന ഒരു വിഭാഗം ആളുകൾ അവർ പിന്നീട് ഭൂമിയിൽ ഏറ്റവും മികച്ച ഒരു തലമുറയായി മാറുകയാണ്. ലോക ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആ തലമുറയെപ്പോലെയുള്ള ഒരു തലമുറ പിന്നീട് വീണ്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്നലെ വരെ മരുഭൂമിയിലെ സാധാരണക്കാരായ ഗോത്രമനുഷ്യന്മാർ പിന്നീട് ലോകത്തെ നയിച്ച ഒരു സമുദായമായി മാറുകയാണ്. അതാണ് ഇസ്ലാമിൻ്റെയും പരിശുദ്ധ ഖുർആനിൻ്റെയും അത്ഭുതം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള വിജയം. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതിന് മുമ്പ് ഏറ്റവും മോശക്കാരായ ഒരു ജനത, അവരിന്ന് മനുഷ്യരിലെ ഏറ്റവും നല്ലവരായി അറിയപ്പെടുന്ന ആളുകളാണ്. എങ്ങനെയാണ് അവർക്കതിന് സാധിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുത്ത വിശ്വാസം അവർ സ്വീകരിച്ചു എന്നതാണ്. ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള പദവികളും സംസ്കാരങ്ങളും മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. തലമുറകളായി സ്വീകരിച്ചു പോന്ന ഹൃദയത്തിൽ പതിഞ്ഞുപോയ സ്വഭാവങ്ങളെ കഴുകിക്കളയുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിയെടുക്കുക എന്നത് മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല. അവിടെയാണ് പരിശുദ്ധ ഖുർആനിൻ്റെയും ദൈവിക വെളിച്ചത്തിൻ്റെയും പ്രസക്തി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാകുന്നത്. പരിശുദ്ധ ഖുർആൻ പടച്ച തമ്പുരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, അവരുടെ ഹൃദയങ്ങളെ അത് സ്വാധീനിച്ചു എന്ന് പറയുമ്പോൾ, അവർ ഇസ്ലാമിലേക്ക് ധൃതി കാണിച്ചുകൊണ്ട് തന്നെ കടന്നു വന്നു എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, അവരുടെ ജീവിതം അതുവഴി മാറുകയാണ്, ആ സമൂഹവും അതുവഴി മാറുകയാണ്. അവരെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായമായ സൂറത്ത് ആൽ ഇംറാനിലെ 110-ാമത്തെ സൂക്തത്തിലൂടെ പറഞ്ഞത്, കുൻതും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യവംശത്തിന് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ എന്ന. എന്താണ് അവരുടെ പ്രത്യേകത? തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞത്. ഒന്ന്, ഹൃദയത്തിൽ തട്ടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു വിഷയം. ഇന്നലെ വരെ വഴികേടിലായിരുന്ന ഒരു സമൂഹം ഇന്ന് ഉത്തമ സമുദായമാണ് എന്ന് ലോകത്തിൻ്റെ സ്രഷ്ടാവ് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതിന് മുമ്പ് ഹൃദയത്തിൽ ഉറച്ച തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ധീരതയുണ്ടായിരുന്ന, ഔദാര്യമുണ്ടായിരുന്ന ഒരു സമൂഹം. പക്ഷേ ഒരു ശരിയായ ദിശയിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ അന്ന് സാധിച്ചിരുന്നില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ച ആ സമൂഹം പിന്നീട് ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കുന്നതാണ് ലോകം കാണുന്നത്. അവരുടെ ഉറച്ച തീരുമാനം അള്ളാഹുവിനായി അവർ മാറ്റിവെക്കുകയാണ്. അവരുടെ ധീരമായിട്ടുള്ള സമീപനം സത്യത്തിനു വേണ്ടി അവർ വിനിയോഗിക്കുകയാണ്. അവരുടെ ഔദാര്യം ദരിദ്രർക്ക് വേണ്ടി അവർ ഒഴുക്കിവിടുകയാണ്. അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായമായ സൂറത്ത് ആൽ ഇംറാനിലെ
164 സൂക്തത്തിലൂടെ പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിച്ചിരിക്കുകയാൽ അള്ളാഹു അവർക്ക് വലിയ ദാക്ഷിണ്യം ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്നിട്ടെന്താണ് അള്ളാഹു പറയുന്നത്? അവൻ്റെ ലക്ഷ്യം അദ്ദേഹം അവർക്ക് ഓതിക്കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ അവരിലേക്ക് നിയോഗിച്ചു എന്നാണ്. എന്നിട്ട് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, നിശ്ചയമായിട്ട് മുമ്പ് അവർ വ്യക്തമായ വഴിവിഴവിൽ തന്നെയായിരുന്നു എന്നാണ് അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറബികളെ ഈ ഒരു മതം കൊണ്ട് ആദരിച്ചപ്പോൾ അവരത് സ്വീകരിച്ചു. ആരാധനയിൽ അവർ ഉത്തമരായി, സൽക്കർമ്മങ്ങളിൽ അവർ മുൻപന്തിയിലെത്തി, സ്വഭാവത്തിൽ അവർ മാതൃകയായി, ഇടപാടുകളിൽ അവർ നീതിമാന്മാരായി, അവർ ജനങ്ങളോട് കാരുണ്യമുള്ളവരായി. അവരൊരിക്കലും ലോകത്തെ കീഴടക്കാൻ വേണ്ടി പുറപ്പെട്ട ആളുകളല്ല, മറിച്ച് അവർ ഹൃദയങ്ങളെ കീഴടക്കാൻ പുറപ്പെട്ട ആളുകളായിരുന്നു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു സമുദായം അവർ അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചു. വിലപ്പെട്ടതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിച്ചു. ഇന്നലെ വരെ മദ്യക്കുപ്പി പിടിച്ചിരുന്ന കൈകൾ ഇന്ന് ഖുർആൻ പിടിക്കുന്ന കൈകളായി മാറി. ഇന്നലെ വരെ ഗോത്രത്തിന് വേണ്ടി ജീവിച്ച ആളുകൾ ഇന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന ആളുകളായി മാറി. ഇതാണ് ഇസ്ലാമിൻ്റെ അത്ഭുതം. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിമഹത്തരമായ പ്രബോധനത്തിൻ്റെ വിജയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സ്വഹാബികൾ അവർ ഒരിക്കലും നാഗരികതയുടെ ഭംഗിയാർന്ന നഗരങ്ങളിൽ വളർന്ന ആളുകളല്ല. പട്ടണ സംസ്കാരത്തിൻ്റെ മൃദുലതയും സൗകര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. അവർ മരുഭൂമിയുടെ മക്കളായിരുന്നു. കാറ്റിനെയും മണലിനെയും നേരിട്ടുകൊണ്ട് പ്രകൃതിയുടെ പരീക്ഷണങ്ങൾക്കിടയിൽ വളർന്ന മനസ്സുകളാണ് അവർക്കുള്ളത്. അവർ തളരാൻ പഠിച്ച ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ അവർ അത് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് അവർ ഏറ്റെടുത്തു. ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകാപരമായി ജീവിച്ച് കാണിച്ചു കൊടുത്തു. ഇത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിവർത്തനമായിക്കൊണ്ടാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പരിവർത്തനം ഉണ്ടാക്കിയെടുത്തത് ഒരു രാഷ്ട്രീയ വിപ്ലവം കൊണ്ടല്ല എന്നുള്ള കാര്യം നമ്മൾ അടിയുറച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മറിച്ച് അതൊരു ആത്മീയ വിപ്ലവമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ആത്മീയ മുന്നേറ്റത്തെ നേരിട്ടറിഞ്ഞ അതിൻ്റെ എതിരാളികളായ ആളുകൾ അന്ന് മക്കയിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ കാരണമാക്കിയത്. അവർക്ക് വ്യക്തമായി മനസ്സിലായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഈ ഒരു വെളിച്ചം അത് അണക്കാൻ ഒരിക്കലും കഴിയുകയില്ല. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് കേവലം ഒരു ചരിത്ര കഥയായിട്ടല്ല വിശ്വാസി സമൂഹം കാണുന്നത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം അത് നന്മയിലേക്കുള്ള ഒരു വിളിയാണ്. മരുഭൂമിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ജനത അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അത് ലോകത്തെ തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ആരാധനകളും അത് നമ്മെപ്പോലും മാറ്റുന്നില്ല എന്നുള്ളത് എത്ര പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഉറ്റാലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നമസ്കാരങ്ങൾ വെറും ഒരു ചലനമായി മാറുകയാണോ? നമ്മുടെ നോമ്പുകൾ കേവലം പട്ടിണി മാത്രമായി അവശേഷിക്കുകയാണോ? എങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ജീവിച്ചത് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടാണ്. അവർ അവരുടെ ഹൃദയങ്ങളിലാണ് അത് കാത്തു സൂക്ഷിച്ചിരുന്നത്. എങ്കിൽ നമ്മളതെല്ലാം നമ്മുടെ കൈകളിലുള്ള സ്മാർട്ട് ഫോണുകളിലാണ് സൂക്ഷിച്ചു വച്ചിട്ടുള്ളത്. ആകാശത്തെ കീഴടക്കിയെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന്മാർ സ്വന്തം ഇച്ഛകളെപ്പോലും കീഴടക്കാൻ കഴിയാത്ത ദുരവസ്ഥയിലാണ് ഇന്ന് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജാഹിലിയ കാലഘട്ടത്തെക്കുറിച്ച് അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതിന് മുമ്പുള്ള അജ്ഞാന കാലത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ സ്വന്തം ഹൃദയത്തിലെ ജാഹിലിയത്ത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാം ലോകത്തെ മാറ്റിയത് ഹൃദയങ്ങളെ മാറ്റിക്കൊണ്ടാണ്. ജാഹിലിയത്ത് മാറ്റി വച്ചത് ഹൃദയത്തെ പരിവർത്തിപ്പിച്ചുകൊണ്ടാണ്. ലോകം ഇരുട്ടിലായിരുന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. ആ പ്രവാചകനിലൂടെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. അതിലൂടെ ഒരു വലിയ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇന്ന് ലോകം വീണ്ടും ആശയക്കുഴപ്പത്തിലേക്കാണ് തിരിച്ചു പോകുന്നത്. മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്, പക്ഷേ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ലോകത്തെ മാറ്റാൻ ആർക്കാണ് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ചരിത്രം കേവലം വായിച്ചു തീർക്കുന്ന ആളുകൾക്കല്ല എന്ന് നമുക്ക് തീർച്ചയായും മറുപടി പറയാൻ സാധിക്കും. ചരിത്രം വായിച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട ഒരു സമൂഹം അവർക്കൊരു പക്ഷേ ചരിത്രം സൃഷ്ടിക്കാൻ സാധിച്ചേക്കും. മക്കയിൽ അന്ന് മരുഭൂമിയിലെ സാധാരണ മനുഷ്യന്മാരായിരുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചപ്പോൾ ചരിത്രം സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു. ഇന്ന് അതേ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്വയം മാറാൻ സാധിക്കുന്നില്ല, സമൂഹത്തിൽ നന്മയുടേതായ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു സമൂഹം, അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഖുർആനാകുന്ന വെളിച്ചം അത് കത്തിത്തീർന്നിട്ടില്ല. ഒരു ഹൃദയം ആത്മാർത്ഥമായി അത് സ്വീകരിച്ചാൽ, ഒരു കുടുംബം അതനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്താൽ, ഒരു സമൂഹം നീതി നിലർത്താൻ എഴുന്നേറ്റ് നിന്നാൽ ചരിത്രം വീണ്ടും എഴുതപ്പെടും എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം, നമ്മൾ ഇരുട്ടിനെ ശപിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്? അതല്ല, ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് പ്രകാശം പരത്താൻ വേണ്ടിയാണോ നമ്മൾ ജീവിക്കേണ്ടത്? സംശയമില്ല, അന്ന് അറബികൾ ആ പ്രകാശം പരത്താൻ വേണ്ടി അവർ ജീവിച്ചു. അവർ സമൂഹത്തിൽ വിജ്ഞാനം പ്രകാശിപ്പിച്ചു. സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഏറ്റവും നല്ല മനുഷ്യന്മാരായി അവർ ലോകത്തിൻ്റെ മുമ്പിൽ ജീവിച്ച് മാതൃകയായി. അതിൻ്റെയെല്ലാം അടിസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പിൻപറ്റി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകനെ നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട്. ആ പ്രവാചകനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിലേക്കാകട്ടെ നമ്മുടെ അടുത്ത എപ്പിസോഡ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദി അല്ലാഹു ലിനൂരിഹി മൻ യശാ വയദ്രിബു അല്ലാഹുൽ അംസാല ലിന്നാസ് വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം.